ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഓപ്പോയുടെ ഒരു ഉഗ്രനായിട്ടുള്ള ഫോൺ ഓപ്പോയുടെ K13 5G. എടേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇത് ശരിക്കും ഇത് ഓപ്പോയുടെ ഫോണാണോ, അല്ലെങ്കിൽ ഓപ്പോ ഇങ്ങനെയല്ല, നമ്മൾ വിചാരിച്ച ഓപ്പോ ഇങ്ങനെയല്ല. ഇത് ആ പ്രൈസ് റേഞ്ചിലെ എന്താ പറയുക ബെസ്റ്റാണ്. ഇതിലൊന്നും അങ്ങനെ ഒരു കുറവായിട്ടൊന്നും പറയാനില്ല. അത് ഓപ്പോയുടെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. ഇത് വേറെ ഏതോ ഒരു ബ്രാൻഡ് ഫോൺ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി ഫോൺ ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഈ ഫോൺ വന്നിട്ട് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 17,999 ആണ്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 19,999 ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സെയിൽ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപ ഓഫ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ 17,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 18,000 രൂപയുടെ ഫോണാണ്. അതായത് ഇപ്പോൾ ഉള്ള റിയൽമിയുടെ P3 ആ റേഞ്ച് ഫോണാണ്. എങ്ങനെയുണ്ട് ഡിസൈൻ വൈസ് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഓപ്പോയുടെ റൈനോ സീരീസിൽ കണ്ട ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള നല്ല രസമുള്ള ഡിസൈനാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്, കുഴപ്പമൊന്നും പറയാനില്ല. 2 കളേഴ്സിൽ വരുന്നുണ്ട്. ഒരു പർപ്പിളും വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കളർ കൂടെ വരുന്നുണ്ട്. 208 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.4 mm തിക്നെസ് ആണ് വരുന്നത്. ഒരു ആവറേജ് വെയിറ്റും തിക്നെസ്സൊക്കെ വരുന്നതുകൊണ്ട് IP65 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് കുഴപ്പമൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, വേറെ വലിയ സംഭവങ്ങളൊന്നും വരുന്നില്ല. IP റേറ്റിംഗ് IP68 69 ഒന്നും വരുന്നില്ല. ഒരു നോർമൽ സെറ്റപ്പിൽ മാത്രമേ അതും വരുന്നുള്ളൂ. സോ കുഴപ്പമൊന്നും പറയാനില്ല. ഈ റേഞ്ചിൽ ഒരു നല്ലൊരു സെറ്റപ്പ് തന്നെ വരുന്നുണ്ട്. അതിലൊന്നും ഒരു ഇഷ്യൂസും പറയാനില്ല. ദെൻ ഡിസ്പ്ലേ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ അമോലെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1200 നിറ്റ്സിൻ്റെ ആണ്. ഹൈ ബ്രൈറ്റ്നസ് ആയിട്ടാണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല. ഈ റേഞ്ചിലെ ബെസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ റേഞ്ചിലെ ഫോൺസ് ഒന്നും വരാറില്ല. ഫ്ലാറ്റും കൂടിയാണ്. സോ ഡിസ്പ്ലേയുടെ വൈസിലും ഒരു ഇഷ്യൂസും പറയാനില്ല. ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഒരു ഉഗ്രനായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ബെസലൊക്കെ ഒരു നോർമൽ റേഞ്ചാണ്, അങ്ങനെ വലുതായിട്ടൊന്നും ബെസൽ വരുന്നില്ല, എന്നാൽ അത്ര കുറവല്ല. ഒരു ആവറേജ് സൈസ് ബെസലൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് നൈസ്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ വൈസ് ഗുഡ്. ദെൻ ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഒരു ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറ 4K 13 FPS ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഫുൾ HD 13 FPS സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഉഗ്രനായിട്ടുള്ള ക്യാമറയാണ്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കുന്ന എല്ലാം ഉഗ്രൻ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. 4K വീഡിയോ ആണെങ്കിലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല, എന്നാലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും കിട്ടുന്നുണ്ട്, നല്ല ഫോട്ടോസും കിട്ടുന്നുണ്ട്. ഒരുപാട് ക്യാമറ പരമായിട്ട് ഒരുപാട് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ക്യാമറയുടെ ഭാഗത്തും ഒരു ഇഷ്യൂസും പറയാനില്ല. പക്ഷേ നിങ്ങൾ ക്യാമറ യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. ദെൻ പെർഫോമൻസ് ആണ്, അതാണ് എന്നെ ഈ കാര്യത്തിൽ ഞെട്ടിച്ചത്. കാരണം ഓപ്പോ ഞാൻ പറയാം ഏതാണെന്നുള്ളത്. കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 4 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 7.9 ലാക്കോളം ആൻറ്റി സ്കോറൊക്കെ വരുന്നുണ്ട്. അതും 18,000 രൂപ റേഞ്ച് വൈസ് പറയുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആട്ടോ ഈ ഒരു ഫോൺ വരുന്നത്. LPDDR4Xൻ്റെ റാം യൂസപ്പ് 3.1 സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട്, 2.2 അല്ല. സോ ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. സോ ഒരു ഇഷ്യൂസും പറയാനില്ല കേട്ടോ. ഗെയിമിംഗ് ആണെങ്കിൽ BGMI ആണെങ്കിൽ 16 FPS സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോൺ ഈ റേഞ്ചിലെ ബെസ്റ്റാണ്. സോ പെർഫോമൻസ് വൈസ് അതാണ്. ഓപ്പോ ഇത്രയും നല്ല ചിപ്സെറ്റ് ഓപ്പോ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല ഇപ്പോഴും. കാരണം ഈ റേഞ്ചിലെ ബെസ്റ്റാണ്. റിയൽമിയുടെ P3 ഉള്ള അതേ സെയിം എക്സാക്റ്റ് ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. കളർ വോയിസ് 15 ആയിട്ടാണ് വരുന്നത്. കളർ വോയിസ് നമ്മൾ പറയാറില്ല, കാരണം ഓപ്പോ ഒരു ഫോൺ നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കളർ വോയിസ് 15 ആയിട്ടാണ് വരുന്നത്. നല്ല ഫാസ്റ്റ്, അങ്ങനെ ഒരു ഇഷ്യൂസും UIയുടെ ഭാഗത്ത് വരുന്നില്ല. അത്യാവശ്യം ബ്ലോട്ട് വൈസ് എല്ലാ ബ്രാൻഡും കൊടുക്കുന്ന പോലെ ബ്ലോട്ട് വൈസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള UI ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. 2+3 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ ഓപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് വൈസ് ഉഗ്രനാണ്. ഇനി ബാറ്ററി ആണെങ്കിൽ 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിന് ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. ഈ റേഞ്ചിലെ ബെസ്റ്റ് ബാറ്ററി, അതായത് IQ Z10 കഴിഞ്ഞ ഏറ്റവും വലിയ ബാറ്ററി ഉള്ള ഫോൺ ഇപ്പം ഓപ്പോയുടെ K13 എന്ന മോഡലാണ്. സോ ഉഗ്രനായിട്ടുള്ള ബാറ്ററി ലൈഫും ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ AI ഫീച്ചേഴ്സും, സർക്കിൾ ടു സെർച്ചും ബാക്കിയുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുമുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരാത്ത കാര്യം ഇത് ഓപ്പോയുടെ ഫോൺ ആണെന്നാണ്. കാരണം അമ്മാതിരി സ്പെക്കാണ്, ഒരു ഇഷ്യൂസും പറയാനില്ല.
നല്ല ഡിസൈൻ വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസും നല്ല ബാറ്ററിയും എല്ലാം ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള റേഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ പറയാറുണ്ട് മോട്ടോള ഫോൺസും IQ ഫോൺസൊക്കെയാണ് ബെസ്റ്റ് ഒരു എന്താ പറയുക ഇറക്കുന്ന പ്രൈസിന് ഒരു ബെസ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പം എന്താ ഓപ്പോയുടെ ഈ ഫോണും 18,000 രൂപ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റാണ്, ഒരു ഇഷ്യൂവും പറയാനില്ല. എല്ലാം ദി പെർഫെക്റ്റ്, അത്രയേ ഉള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. IQ-C10 സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കമൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് ഈ ഫോണിൽ വരുന്നത്. സോ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് സൈനിങ് ഓഫ്. ബൈ.